മുൻ MLA-യും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ PV അൻവറിനെതിരായ ED നടപടി തുടരുകയാണ്. അദ്ദേഹത്തിന്റെ ആസ്തി 16 കോടിയിൽ നിന്ന് 5 കൊല്ലം കൊണ്ട് 64 കോടിയിലേക്ക് ഉയർന്നത് അനധികൃത സ്വത്ത് സമ്പാദനം മൂലമെന്ന് അന്വേഷണ സംഘത്തിന് വ്യക്തമായി. MLP ആക്ട് പ്രകാരമുള്ള തുടർ നിയമ നടപടികളിലേക്ക് ED കടക്കുമെന്ന സൂചന. ദീപക് തർമ്മണം കോഴിക്കോട് നിന്ന് ചേരുന്നു. ദീപക്, ശരിക്കും ഈ PV അൻവറുമായി ചങ്ങാത്തം ഉണ്ടാക്കിയിട്ടുള്ള ചില ആളുകളും അവരുടെ ഹവാല ഇടപാടുകളും ഒക്കെ തന്നെ ED പരിശോധിക്കുമെന്ന രീതിയിൽ ചില വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് SKN. ഈ അൻവറിന് പണം നൽകിയ വിവിധ കേന്ദ്രങ്ങൾ, അതിൽ ഇതിനകം തന്നെ 15 അക്കൗണ്ടുകൾ ED കണ്ടെത്തി കഴിഞ്ഞു. കൂടുതൽ അക്കൗണ്ടുകളുടെ പരിശോധനയിലേക്കാണ് ED കടക്കുന്നത്. അതായത് രാജ്യത്ത് 2020 നിലവിൽ വന്ന മണി ലോണ്ടറിംഗ് പ്രിവെൻഷൻ ആക്ട് MLPA അത് ഉപയോഗിച്ചുകൊണ്ടുള്ള നടപടികളിലേക്ക് ED കടക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം 11 കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡ്, ആ റെയ്ഡിൽ ചില രേഖകൾ കിട്ടിയിരുന്നു. ആ രേഖകളിൽ നിന്ന് തന്നെ പ്രാഥമികമായി മണി ലോണ്ടറിംഗ് നടന്നു എന്നതിനുള്ള പ്രാഥമിക തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ആ രേഖകളുടെ വിശദമായ പരിശോധനയാണ് EDയുടെ പ്രത്യേക സംഘം നടത്തുന്നത്. EDയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ നേതൃത്വം നൽകുന്ന ഒരു പ്രത്യേക സംഘമാണ്. അത് ചെന്നൈയിൽ നിന്നുമാണ് നിയന്ത്രിക്കുന്നത്. കൊച്ചി യൂണിറ്റാണ് അന്വേഷിക്കുന്നത്. ചെന്നൈ യൂണിറ്റിൻ്റെ മേൽനോട്ടത്തിലാണ്. ആ ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിൽ ഇതിൽ വിശദമായ പരിശോധനകൾ നടന്നു കഴിഞ്ഞു. അതിൽ പ്രാഥമികമായ കണ്ടെത്തൽ, വിശദമായ പരിശോധന നടക്കുകയാണ്. പ്രാഥമികമായ കണ്ടെത്തൽ വലിയ തോതിലുള്ള അനധികൃത സ്വത്ത് സമ്പാദനം നടത്തി എന്നുള്ളതാണ്. അത് ഇന്നലെ തന്നെ ED ഔദ്യോഗികമായി തന്നെ ഒരു കുറിപ്പിറക്കുകയും ചെയ്തതാണ്. അതായത് 16 കോടിയിൽ നിന്നും 64.5 കോടിയിലേക്കുള്ള 5 വർഷം കൊണ്ടുള്ള 2016 നിന്നും 20 എത്തുമ്പോഴേക്കും ഇത്തരത്തിൽ 21 എത്തുമ്പോഴേക്കുമുള്ള ഇത്തരത്തിലുള്ള വർധനവ് മാത്രവുമല്ല, രാജ്യത്ത് സാമ്പത്തിക മാന്ദ്യവും സാമ്പത്തിക പ്രതിസന്ധികളും ഉണ്ടായ ഘട്ടത്തിൽ എങ്ങനെയാണ് ഇത്രയും ആസ്തി വർധന ഉണ്ടായത്? അപ്പോൾ പുറത്തു നിന്നും പണം വന്നിട്ടുണ്ട്. ആ പണം അയച്ചവർക്ക് പല താല്പര്യങ്ങളുണ്ടാകാം, ചില വേട്ടയാടലുകൾ ഉണ്ടാവാം, മറ്റുണ്ടാകാം. അത്തരത്തിലുള്ള നിരവധി പരാതികൾ അൻവറിനെതിരെ പലരും അയച്ചിട്ടുണ്ട്. അതിൽ ഒരു കൊല്ലം സ്വദേശിയുടെ പരാതി, അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ തന്നെ മുൻ ഭാരവാഹികളുടെ പരാതി, അങ്ങനെയുള്ള നിരവധി പരാതികളും അനോണിമസ് പരാതികളും എല്ലാം EDയുടെ കയ്യിലുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ ഇൻ്റലിജൻസ് വിവരശേഖരണം കഴിഞ്ഞു. അതിനുശേഷം കിട്ടിയ രേഖകളുടെ തുടരന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് ലഭ്യമാവുന്ന വിവരമനുസരിച്ച് മണി ലോണ്ടറിംഗ് പ്രിവെൻഷൻ ആക്ട് പ്രകാരമുള്ള നടപടികളിലേക്ക് ED കടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ശാസ്ത്രീയ പരിശോധനയിലാണ് ഇപ്പോൾ ED. SKN ചോദിച്ചതുപോലെ ഈ പണം നൽകിയവർ, ആ നൽകിയവരിലേക്കുള്ള അന്വേഷണത്തിലേക്കാണ് ED ഇപ്പോൾ കടന്നിരിക്കുന്നത്. SKN, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.